ഇന്നലെ വളരെ ചർച്ചയായ ഒരു വിഷയമായിരുന്നു ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ്റെ ഒരു പോസ്റ്റ്. അവർ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് കറുപ്പിനെ കുറിച്ചിട്ട് അവർക്ക് നേരിടേണ്ടി വന്ന വിമർശനങ്ങളെ വളരെയധികം രീതിയിൽ അവരെ തളർത്തി എന്ന രീതിയിലൊരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിന് പിന്നീട് കേരളക്കാരെ ആകെ ഒന്നാകെ നിൽക്കുന്നതും അല്ലെങ്കിൽ അവർക്ക് സപ്പോർട്ട് നൽകുന്ന രീതിയിലുമായിരുന്നു നമ്മൾ പിന്നീട് കണ്ടത്. തുടക്കത്തിൽ പോസ്റ്റ് ചെയ്തതിന് ശേഷം ശാരദാ മുരളീധരൻ ആദ്യം അത് ഡിലീറ്റ് ആക്കുകയുണ്ടായിരുന്നു. പിന്നീട് ഇത്തരത്തിലുള്ള ഒരു സപ്പോർട്ടൊക്കെ കൂടുതലായിട്ട് ലഭിച്ച സമയത്ത് വീണ്ടും അത് പോസ്റ്റ് ഇടുന്ന ഒരു സാഹചര്യമായിരുന്നു നമ്മൾ കണ്ടത്. ഇന്ന് നമ്മളുടെ പത്രങ്ങളിലെല്ലാം തന്നെ ആ ഒരു ന്യൂസ് വലിയ രീതിയിൽ ചർച്ചയായിട്ടുണ്ട്, ഫ്രണ്ട് പേജുകളിലെല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കേരളക്കര ഒന്നാകെ ഈ ഒരു വിഷയത്തിൻ്റെ കൂടെ തന്നെയുണ്ട്. അതായത് കറുപ്പ് വെളുപ്പ് അങ്ങനത്തെ രീതിയിലുള്ള ഒരു തരത്തിലുള്ള വേർതിരിവും ആവശ്യമായിട്ടില്ല. പക്ഷേ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. ആൾക്കാർ പറയുന്നുണ്ട് കറുപ്പിലൊന്നൊരു കാര്യമില്ല, അല്ലെങ്കിൽ കളറിലോ ഇതിലൊന്നും ഒരു കാര്യമില്ല, വർണ്ണത്തിലൊരു കാര്യവുമില്ലെന്ന് പറഞ്ഞാൽ കൂടി ഇപ്പോഴും കുറെ അധികം ആൾക്കാർ അതിനെ കാണുന്നുണ്ട്, വിലയിരുത്തുന്നുണ്ടെന്നുള്ളതാണ്. അതെ, അതുമൂലം ബാക്കിയുള്ളവർക്ക് വളരെയധികം സങ്കടകരമാവുന്ന വിഷയങ്ങളും ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ജോലിയിൽ പോലും എടുക്കുന്ന കാര്യങ്ങൾ ഈ ഒരു വിഷയത്തെ സംബന്ധിച്ച് നമ്മൾ വന്നിരുന്നു. ഒരു ജോലിക്ക് എടുക്കുമ്പോൾ പോലും വർണ്ണം നോക്കുന്നുണ്ടെന്നുള്ള രീതിക്ക് ചില പ്രൊഫഷനെ നമുക്കറിയാം കറുപ്പ് നിറം പറ്റില്ല, അവര് ഒരുപാട് മേക്കപ്പ് ചെയ്തിരുന്നാൽ മാത്രമേ ആ ഒരു ജോലിക്ക് പറ്റുള്ളൂ. അത്തരത്തില് ഒരുപാട് നിയമങ്ങൾ ഇപ്പോഴും ഉണ്ട് ചില ജോലികൾക്ക് വരെ. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് കറുപ്പ് എന്ന നിറത്തിനെ ഇപ്പോഴും അവഹേളിക്കുന്ന രീതിക്ക് ആൾക്കാരുണ്ട്, അതിനെ അംഗീകരിക്കാത്ത രീതിക്ക് ആൾക്കാരുണ്ട്. നിറത്തിനെ വെച്ച് ഇന്നും താരതമ്യം ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ ഇന്നും കേരളത്തിലുണ്ട്. അതിനെ വിമർശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഈ ഒരു വിഷയത്തിൽ നമുക്ക് കാണാൻ പറ്റിയത്. ഈ ശാരദാ മുരളീധരന്റെ ഒരു വാക്കുണ്ട്, നിറത്തിന്റെ പ്രശ്നം അനുഭവിക്കാത്തവർക്ക് ഇത് ചെറിയൊരു കാര്യമായിരിക്കും, എന്നാൽ അത് അനുഭവിച്ചവർക്ക് അത് വലിയൊരു കാര്യമാണ്. ഞാൻ കറുപ്പാണ്, കറുപ്പിൽ ഞാൻ സന്തുഷ്ടയുമാണ്. കറുപ്പിന് ഏഴഴക് എന്നത് ആശ്വാസവാക്കായി പറയേണ്ടതല്ല, കറുപ്പ് അഴക് തന്നെയാണ്. അതായത് നമ്മൾ പലപ്പോഴും അത് അനുഭവിച്ചിട്ടില്ലാത്തവർക്ക്, അല്ലെങ്കിൽ തടീനെ കുറിച്ചിട്ടായാലും ബോഡി ഷേമിങ്ങിനെ കുറിച്ചിട്ടായാലും എന്തും അനുഭവിക്കാത്തവർക്ക് അത് വെറും ഒരു വാക്കുകളാണ്. അയ്യോ കറുപ്പ് നല്ല രസമാണ്, കറുപ്പിന് ഏഴരകാണ്, അങ്ങനെയൊക്കെ നമ്മളിരുന്ന് പറയുമായിരിക്കും. പക്ഷെ അത് അനുഭവിക്കുന്നവർക്ക് ഭയങ്കരധികം മെന്റലി ഭയങ്കരധികം ഡൗൺ ആവാനും അവരെപ്പോഴും തുടക്കം തൊട്ട് അവസാനം ആ ഒരു വാക്ക് ഒരു വട്ടം ആരുടെയെങ്കിലും വാക്കിൽ നിന്ന് കേട്ട് കഴിഞ്ഞാൽ പിന്നീട് ജീവിതകാലം മുഴുവൻ അത് അവരുടെ മനസ്സിലുണ്ടായിരിക്കും. നമ്മളിപ്പോ എത്രയൊക്കെ പറഞ്ഞാലും നമ്മൾ അതിനെ വിലയിരുത്തുന്നുണ്ടെന്നുള്ള ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഇൻസ്റ്റാഗ്രാമും അല്ലെങ്കിൽ ഫേസ്ബുക്കും ഒക്കെ ഒരുപാട് യൂസ് ചെയ്യുന്നവരാ. നമ്മളിപ്പോ ചിലവരുടെ ഇമേജസോ ഫോട്ടോസോ അല്ലെങ്കിൽ റീൽസിലോ ഒക്കെ ഭയങ്കര കറുപ്പായിട്ടുള്ള ഒരാൾ ചെയ്യുവാണെങ്കിൽ ചില ആൾക്കാർ അതിൽ കമന്റ് ഇടും, ഈ കറുപ്പില് അതിലൊരു കാര്യമില്ല, സുന്ദരിയാണ് അല്ലെങ്കിൽ സുന്ദരനാണ്, അങ്ങനെ പ്രത്യേകിച്ച് ഒരു മെൻഷൻ ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാം ഇവർ ഈ വർണ്ണം നോക്കുന്നുണ്ടെന്നുള്ളത്. തീർച്ചയായിട്ടും അതിപ്പോ നമ്മുടെ നാട് എത്രമാത്രം പുരോഗമിച്ചു എന്ന് പറഞ്ഞാലും ഇത്തരത്തിലുള്ള ആൾക്കാർ ഒരുപാടുണ്ട് നമ്മുടെ ചുറ്റും തന്നെ. ഈ ഒരു വർണ്ണ വിവേചനം കാണിക്കുന്നവർ നമ്മുടെ ഇൻസ്റ്റയിൽ തന്നെ ആയാലും ധാരാളമാണ്. ഈ ഇൻസ്റ്റ എന്നൊക്കെ പറയുന്നത് തന്നെ ഇപ്പം യൂത്ത് ആയിട്ടുള്ള ആൾക്കാരാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. അവർക്കിടയിൽ പോലും ഇത്തരത്തിലുള്ള വർണ്ണ വിവേചനം ഉണ്ടെന്ന് പറയുന്നത് നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അതായത് നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ സെയിം സോങ് തന്നെ രണ്ടുപേര്, ഒരു കളറുള്ള ഒരാളും കളറില്ലാത്ത ഒരാളും തമ്മിൽ ചെയ്താൽ അവിടെ ഒരു കമ്പാരിസൺ വരും. നീ അതുപോലെ കോപ്പിടിക്കാൻ ശ്രമിക്കണം, നീ എന്തിനാ എന്താണ് കോപ്പി ചെയ്യുന്ന രീതിക്ക്, അല്ലെങ്കിൽ കാക്ക കുളിച്ചാൽ കൊക്കാവില്ല തുടങ്ങിയ രീതിയിലൊക്കെ പരാമർശങ്ങളൊക്കെ വരും. ഇതൊക്കെ ശരിക്കും സങ്കടം തോന്നുന്ന ഒരു കാര്യമാണ്. അങ്ങനെയൊന്നും തന്നെ ആരെയും തന്നെ കമ്പയർ ചെയ്യാൻ പാടില്ല. ബോഡി ഷേമിങ് അതൊരു ഒരു വിധത്തിലും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അത് നമ്മൾ ഈ ഒരു വിഷയത്തിൽ തന്നെയല്ല, ഇതിനു മുമ്പ് ഒരു വിഷയം നമുക്ക് കേരളത്തിൽ തന്നെ സംഭവിച്ചായിരുന്നു. നമ്മുടെ സത്യഭാമയുടെ വിഷയം വന്നപ്പോൾ അവരുടെ ഒരു വിഷയത്തിലും ഇതുപോലെ തന്നെ മോഹിനിയാട്ടം കളിക്കുന്നവർ വെളുത്തവരായിരിക്കണം എന്നുള്ള രീതിക്ക് ഒരു പരാമർശം വന്നു. ഒരുപാട് പേര്, കലാകാരുൾപ്പെടെ എല്ലാവരും അതിനെ പ്രതിഷേധിച്ചാണ്. കലാകാർ മാത്രമല്ല, കലയെ ആസ്വദിക്കുന്ന എല്ലാ സഹൃദയരും അതിനെ എതിർത്തതാണ്. പക്ഷെ ആ ഒരു ഇഷ്യൂ നടക്കുന്ന സമയത്ത് നമ്മൾ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് കറുപ്പ് സൂപ്പറാണ്, ഏഴഴകാണ് എന്നൊക്കെ പറഞ്ഞ് സപ്പോർട്ട് ചെയ്തിട്ട് പിറ്റേ ദിവസം വേറൊരാൾ ഇതുപോലെ ഒരു കറുപ്പായിട്ടുള്ള ഒരാൾ വന്നിരുന്ന വീഡിയോ എന്തെങ്കിലും ചെയ്യുമ്പോൾ നീ എന്തിനങ്ങനെ ചെയ്യുന്നു, നിന്റെ കളർ ഇതാണ്, നിനക്ക് ബ്ലാക്ക് ഡ്രസ്സ് ചേരില്ല, അങ്ങനെ നീ എന്തിനു മേക്കപ്പ് ചെയ്യുന്നു, നിനക്ക് ബാക്കിയുള്ളവരെ പോലെ ആകാൻ കഴിയില്ല തുടങ്ങിയ രീതിയിൽ കമന്റ് ഇടുന്നവർ ഇവർ തന്നെയാണ്. ശരിക്കും ഒരു സ്ഥലത്ത് പോയിട്ട് ഓക്കെയാണ്, നല്ലതാണെന്ന് പറഞ്ഞിട്ട് മറുസ്ഥലത്ത് അതിന് വിപരീതമായിട്ട് കാണിക്കുന്ന ആൾക്കാരാണ് നമ്മുടെ ചുറ്റുമുള്ളത്. നമ്മുടെ നാട് എത്രമാത്രം പുരോഗമിച്ചു എന്ന് പറഞ്ഞാലും അവിടെ പുരോഗമിക്കാത്ത ആൾക്കാരെയാണ് അതിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. പുരോഗമിക്കാത്ത ആൾക്കാരുള്ളത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നിരന്തരം ഇപ്പോഴും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഒരിക്കലും ഇതൊന്നും അവസാനിക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം ഓരോ ദിവസവും ഇതിന്റെ ബാലൻസ് ആയിട്ട് ഓരോരുത്തർ വരുന്നുണ്ട്.
വരുന്നുണ്ട് തലമുറകൾ. ഇപ്പൊ ഈ ശാരദാ മുരളീധരനെ ഇത്തരത്തിൽ വിമർശനങ്ങൾ നേരിടേണ്ടി വന്നത് ആരുടെ കയ്യിൽ നിന്നാണ്, അല്ലെങ്കിൽ ആരാണ് ഇത്തരത്തിൽ വിമർശിച്ചിട്ടുള്ളത് എന്ന കാര്യം അവർ വെളിപ്പെടുത്തിയിട്ടില്ല. പക്ഷേ വളരെ ബോൾഡായിട്ട് തന്നെ അത് ആരാണെന്ന് പറയേണ്ട ആ ഒരു ആർജവം അവർ കാണിക്കണം. ഇപ്പൊ ചില മീഡിയകളിലൊക്കെ, ഓൺലൈൻ മീഡിയകളിലൊക്കെ പറയുന്നത് അത് മുഖ്യമന്ത്രി ആവാനുള്ള ചാൻസ് ഉണ്ട് എന്ന രീതിയിലാണ് അവർ പറയുന്നത്. പക്ഷേ എത്രമാത്രം സത്യമുണ്ടെന്ന് നമുക്കറിയില്ല. അത്തരത്തിലാണെങ്കിൽ പോലും ഇപ്പോൾ മുഖ്യമന്ത്രി അല്ലെങ്കിൽ പോലും അത് അല്ല എന്ന് തെളിയിക്കേണ്ടത് ഇനിയിപ്പോൾ ശാരദ തന്നെയാണ്. അവരാരാണ് അത് പറഞ്ഞതെന്ന രീതിയിൽ മുന്നോട്ട് വരണം. എങ്കിൽ മാത്രമേ നിരപരാധികളായിട്ടുള്ള ആൾക്കാരുടെ പേരുകൾ ഇത്തരത്തിൽ ഓൺലൈൻ മീഡിയസ് പറയാതിരിക്കുകയുള്ളൂ. അത് മാത്രമല്ല, ഇത് മുഖ്യമന്ത്രി എന്നല്ലാതെ എത്ര വലിയ ആളാണെങ്കിലും എത്ര ചെറിയ ആളാണെങ്കിലും ഇത്തരത്തിലുള്ള വിമർശനങ്ങളും പരാമർശങ്ങളും ഒരു കളിയാക്കുന്ന രീതിയിൽ മുന്നോട്ട് വരാതിരിക്കുക. കാര്യം ഒരാളെ തളർത്താൻ എല്ലാവർക്കും പറ്റും, പക്ഷെ അയാൾ ചെയ്യുന്നൊരു ഏതെങ്കിലും നല്ല കാര്യത്തിനെ പറ്റി ആരും ഒന്നും പറയത്തില്ലല്ലോ. അതെ, ഏതെങ്കിലും ഒരു ഇത്തരത്തിലുള്ള ഇതിപ്പോ ഒരു നിറത്തിന്റെ പേരിൽ ഒരാളെ മാറ്റി നിർത്തേണ്ടതോ, അല്ലെങ്കിൽ ഈ ശാരദാ മുരളീധരൻ തന്നെ പറയുന്നുണ്ട്, ഇന്നലെ ഇത്തരത്തിലൊരു വിഷയം ഉണ്ടായപ്പോൾ പറയുന്നുണ്ട്, ജോലിക്ക് നമ്മളൊരു ഇന്റർവ്യൂവിന് ചെന്നാൽ പോലും അവിടെയും നിറം നോക്കും, അവിടെ നമ്മുടെ ലുക്ക് നോക്കിയിട്ട് എടുക്കുന്ന ഒരു രീതിയിലേക്ക് മാറിയിട്ടുണ്ട് പല സ്ഥാപനങ്ങൾ വരെ. അപ്പോൾ അതൊക്കെ നമ്മളെ മുഴുവനായിട്ട് ബാധിക്കുന്ന, ഒരുപക്ഷെ ഒരു ഡിപ്രഷനിലോട്ട് പോലും കൊണ്ടുപോകാനുള്ള ഒരു സാധ്യതയുണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ. കാരണം നമ്മുടെ ഒരു ഫേസ് വെച്ചിട്ടോ അല്ലെങ്കിൽ നമ്മുടെ എന്തേലും ഒരു കുറവായിരിക്കും അവർ ചൂണ്ടിക്കാട്ടുമ്പോൾ അപ്പോഴത്തെ ഒരു തമാശക്കായിരിക്കും അവരത് പറയുന്നത്. പക്ഷെ ആ ഒരു കുറവുള്ള ആൾക്ക് നമുക്കതിങ്ങനെ, നമ്മൾ അത്രയും നാൾ കുറവായിട്ട് അത് കാണില്ല. പിന്നീട് അത് നമുക്കൊരു വലിയൊരു കുറവാണല്ലോ എന്ന് വിചാരിച്ച് നമ്മുടെ ജീവിതകാലം മുഴുവൻ ഇങ്ങനെ നടക്കും. ഒന്ന് ചുറ്റിനും ഇരിക്കുന്ന ആൾക്കാരുടെ മുന്നിൽ ഒന്ന് പൊട്ടിച്ചിരിക്കാനോ അല്ലെങ്കിൽ നമ്മുടെ ശരിക്കുള്ള രീതിയിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യാനോ പറ്റാതെ നമുക്ക് അവർക്ക് വേണ്ടിയിട്ട് ഒതുങ്ങേണ്ടി വരുന്ന ഒരു സാഹചര്യം പിന്നീട് ഉണ്ടാകും. അതെ, നമ്മളിപ്പോൾ ഒന്ന് പല്ല് അല്പം പൊങ്ങിയിട്ടുണ്ടെങ്കിൽ ചിരിക്കാൻ വേണ്ടിയിട്ട്, ഇപ്പം ചിരിയുടെ കാര്യം പറഞ്ഞപ്പോൾ നമുക്ക് പൊട്ടിച്ചിരിക്കാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടായിരിക്കും മറ്റുള്ളവരുടെ മുമ്പിൽ. നമ്മൾ ചിരിച്ചു കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു രീതിക്ക് ആ കാര്യം ഒരുപാട് ആൾക്കാർ അതിനെപ്പറ്റി നെഗറ്റീവ് പറയുന്നുണ്ടായിരിക്കും, നീ ചിരിച്ചു കഴിഞ്ഞാൽ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നുള്ള രീതിക്ക്. അപ്പോൾ ഒരുപാട് കേട്ട് കഴിയുമ്പോൾ നമുക്ക് പിന്നെ ചിരിക്കാനും, നമ്മുടെ ചിരി എന്ന് പറയുന്നത് തന്നെ മാഞ്ഞു പോകുന്നൊരു രീതി വരും. അതുപോലെ തന്നെയാണ് നിറത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ കൂടി നമുക്ക് പിന്നെ പുറത്തിറങ്ങാനോ മറ്റുള്ളവരുടെ മുമ്പിൽ ഫേസ് ചെയ്യാനോ ഒരു പൊതുസമൂഹത്തിനിടയ്ക്ക് വന്ന് നിൽക്കാനോ ഒക്കെ ഒരുപക്ഷെ കുറേ അധികം ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാവും. അതെ, ഇപ്പൊ തന്നെ പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, നമ്മളിപ്പോൾ കറുപ്പിനെ കുറിച്ചിട്ട് ഇത്രയും പറയുന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എന്തുകൊണ്ട് മേക്കപ്പ് ഇടാതെ വന്ന് നിന്നൂടാ, അങ്ങനെ ഒരുപാട് രീതിയിൽ വേറെ മീഡിയസിൽ നമ്മൾ കണ്ടിട്ടുള്ളൊരു കാര്യമാണ് അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ. ശരിക്കും അതിൻ്റെ ഒരു ആവശ്യകതയില്ല. ഈ മേക്കപ്പ് ഒക്കെ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കളറ് അപ്പാടെ മാറ്റി നമ്മൾ വെളുപ്പാക്കാൻ വേണ്ടിയിട്ട് നോക്കുകയല്ല, അത് നമ്മുടെ ഒരു സ്കിന്നിനെ ജസ്റ്റ് ഒന്ന് കെയർ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ക്യാമറേനെ ഫേസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഒന്ന് ക്ലാരിറ്റിയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്, ആ ഒരു ഫീച്ചേഴ്സിനെ കൂടി കുറച്ചും കൂടി ഒന്ന് ബ്രൈറ്റൻ ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അല്ലാതെ ബ്ലാക്കിനെ വെളുപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമല്ല മേക്കപ്പ് ചെയ്യുന്നത് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് നമ്മുടെ സെൽഫ് കോൺഫിഡൻസിന് വേണ്ടിയിട്ട്, അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്, അതിനാരും തന്നെ ചോദ്യം ചെയ്യേണ്ട ഒരു കാര്യമില്ല. അപ്പോൾ കറുപ്പ് വെളുപ്പ് എന്ന് പറയുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങളെല്ലാം നമ്മുടെ വി ഡി സതീശൻ പറഞ്ഞതുപോലെ ഇതൊരു വളരെ പൊളിറ്റിക്കൽ ഇൻകറക്റ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതിനെ ഒന്നും ആരും തന്നെ കമ്പയർ ചെയ്യാതിരിക്കുക, ഒരാളെ മറ്റൊരാളെ കൊണ്ട് കമ്പയർ ചെയ്യിക്കാതിരിക്കുകയാണ് ആദ്യം വേണ്ടത്. ഇപ്പോൾ പിന്തുണയുമായിട്ട് നമ്മുടെ കേരളക്കാർ മുഴുവനായിട്ട് വന്നിട്ടുണ്ട്. വി ഡി സതീശനായാലും മറ്റ് നേതാക്കളെല്ലാവരും തന്നെ ശാരദ മുരളീധരനെ പിന്തുണയുമായിട്ട് രംഗത്തെത്തിയിട്ടുണ്ട്. അത്തരത്തിൽ തന്നെ പോകണം. നമ്മുടെ സമൂഹം എത്ര പുരോഗമിച്ചു എന്ന് പറഞ്ഞാലും പുരോഗമിക്കാത്ത ആൾക്കാരുള്ളൊരു നാടാണ് നമ്മുടെ കേരളം. അതുകൊണ്ടാണ് ഇത് റിപ്പീറ്റ് ആവുന്നത്. ഇതിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സത്യഭാമയുടെ കേസിലും അതൊന്ന് ഇതുപോലെ എല്ലാവരും വിമർശിച്ചതായിരുന്നു. മോഹിനിയാട്ടം കളിക്കുന്നവർക്ക് വെളുത്തവരായിരിക്കണം, അല്ലെങ്കിൽ കലാകാരൻ എന്നുള്ളവർ ഈ ഡാൻസ് കളിക്കുന്നവരൊക്കെ അത്തരത്തിലുള്ള ആൾക്കാരായിരിക്കണം, കറുത്തവർ കളിക്കാൻ പാടില്ല എന്നുള്ള രീതിക്ക് അന്ന് പറഞ്ഞിരുന്നു. അപ്പം അതിൻ്റെ ആ ഒരു വലിയൊരു വിവാദങ്ങൾ ഉണ്ടായി, അതൊന്ന് കെട്ടടങ്ങിയപ്പോഴാണ് അടുത്തത് പൊങ്ങിയത്. അപ്പം കേരളത്തിലുള്ള മനുഷ്യരുടെ ചിന്താഗതി തന്നെയാണ് അത് എന്ന് മാറുന്നു എന്ന് അന്ന് മാത്രമേ ഇത്തരത്തിലുള്ള പരാമർശങ്ങളും വിമർശനങ്ങളും കളിയാക്കലുകളും എല്ലാം അവസാനിക്കുകയുള്ളൂ. അല്ലെങ്കിൽ വീണ്ടും വീണ്ടും നമ്മൾ മനുഷ്യൻ മാറാത്തിടത്തോളം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇനിയും തുടർന്നുകൊണ്ടേയിരിക്കുമെന്നാണ് തോന്നുന്നത്. അതിപ്പോൾ എത്ര രാഷ്ട്രീയ പാർട്ടികളും ആരിടപെട്ടെന്ന് പറഞ്ഞാലും അതങ്ങനെ തന്നെയാണ് സംഭവിക്കുകയുള്ളൂ. അതിന് കർശനമായിട്ട് എന്തെങ്കിലും ഒരു നിയമം കൊണ്ടുവരിക. കാര്യം അങ്ങനെ ഒരു കളിയാക്കൽ മറ്റൊരാൾ അനുഭവിക്കാതിരിക്കണമെങ്കിൽ ആ ഒരു രീതിക്ക് എന്തെങ്കിലും ഒരു കറക്റ്റായിട്ട് നിയമം കൊണ്ടുവരിക. നമ്മൾ നന്നായിട്ട് പുരോഗമിക്കുക എന്ന് തന്നെയാണ് ഇതിലെ ഏറ്റവും വലിയൊരു കാര്യം. ഓരോരുത്തരും ചിന്തിക്കുക. അതെ, നമ്മളിങ്ങനെ ബാക്കിയുള്ളവരെ കമ്പയർ ചെയ്യാൻ പോകുമ്പോൾ നമുക്ക് എന്തൊക്കെ കുറവുണ്ടെന്ന് നമുക്ക് മാത്രമേ അറിയൂ. അതാദ്യം മനസ്സിലാക്കുക, അതിനുശേഷം മാത്രം ബാക്കിയുള്ളവരെ വിലയിരുത്താൻ പോവുക. നമ്മൾ ഓരോരുത്തരും നന്നായി ഒരു സമൂഹത്തെ മുഴുവനായിട്ട് നന്നാക്കാൻ ആരും തന്നെ ശരിക്കും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരാളല്ല. അപ്പൊ അവർ ഓരോരുത്തർക്കും ഓരോ കുറവുകൾ ഉണ്ട്. അപ്പോൾ ബാക്കിയുള്ളവരെ കമ്പയർ ചെയ്യാൻ പോവാതെ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ നമ്മൾ അതൊക്കെ ചെയ്യുക. അല്ലാതെ
ബാക്കിയുള്ളവരെ കമ്പയർ ചെയ്യാൻ പോവാതിരിക്കുക, അതാണ് മെയിനായിട്ടുള്ള കാര്യം. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും എല്ലാ ഇത്തരത്തിലുള്ള വർണ്ണവിവേചനങ്ങളായാലും ജാതിയുടെ കാര്യമായാലും മതത്തിൻ്റെ ആയാലും ഒരു തരത്തിലുള്ള വിവേചനവും കാണിക്കാതെ നമ്മളെല്ലാം ഒറ്റക്കെട്ടാണ് എന്ന രീതിയിൽ ഇപ്പോൾ കാണിക്കുന്ന ആ ഒരു ആർജവം തന്നെ, ഇപ്പോൾ ശാരദ മുരളീധരന് കൊടുക്കുന്ന ആ ഒരു സപ്പോർട്ടുണ്ട്, അത് ഇനിയും തുടരുക. അല്ലാതെ ബാക്കി വേറൊരാൾ ഇതുപോലെ വരുമ്പോൾ അവരെയും ഇതുപോലെ നെഗറ്റീവ് ആക്കാതെ മുന്നോട്ട് പോവുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. നാളെയും ഇങ്ങനെ ഒരു വാർത്ത ഉണ്ടാവാതിരിക്കാൻ ഓരോരുത്തരും ശ്രമിക്കുക എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു അവസരത്തിൽ പറയാൻ പറ്റുന്നത്.